അതില് പ്രവാസികള് പ്രവാസികളായിരിക്കും കൂടുതൽ ഉണ്ടാവാം. ഓക്കെ, സോ നാട്ടിൽ നിന്ന് നമുക്ക് സേഫ് അല്ല എന്നുള്ളൊരു മെസ്സേജ് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ എന്താണ് പിന്നെ നമ്മളെ പറ്റി അന്വേഷിക്കാനും ഒക്കെ ആയിട്ട്. സോ അങ്ങനെ അന്വേഷണം കിട്ടാത്തവരൊക്കെ ഉണ്ട്, അവരൊന്നും പേടിക്കണ്ട. നമ്മളൊക്കെ എല്ലാവരും കൂടെ ഉണ്ട്. നമ്മള് പക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രളയം വന്നിട്ടും പിടിച്ചു നിന്നു. അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ കോവിഡും നമ്മൾ തരണം ചെയ്തു. നിപ്പ തരണം ചെയ്തവരാണ്. എല്ലാ പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്തവരാണ്. സോ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഓൾ സ്റ്റുഡൻസിന്, ഓൾ ഡിപ്പാർട്ട്മെന്റിനോട് നമുക്ക് പറയാനുള്ളത്, ഡോണ്ട് ബി പാനിക്. അതായത് നമുക്കിപ്പം ഈ രാജ്യത്തോടും ഈ ഒരു പിന്നെ സമയത്ത് നമുക്ക് ചെയ്തു തീർക്കാനുള്ളത്, നമ്മൾ പിന്നെ ഗവൺമെന്റ് പറയുന്ന റൂൾസും കാര്യങ്ങളൊക്കെ അലോ ചെയ്ത് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതെല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നു. അനാവശ്യമായിട്ടുള്ള ഇപ്പൊ നമ്മുടെ റെഗുലേഷൻസ് ഒന്നും മാറ്റിയിട്ടുള്ള, അതായത് നമ്മളെ ലാസ്റ്റ് ഡേ നമ്മളൊരു ബാച്ചിലുള്ള ഒരു സ്റ്റുഡന്റ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മളെ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എയർപോർട്ടിന്റെ തൊട്ട് നിയർ ബൈ ആണ്. അപ്പോ ലാസ്റ്റ് ഡേ, അതായത് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന, ദുബൈയിൽ ഇഷ്യൂ ഉണ്ടാകുന്ന തൊട്ട് ദിവസം നമ്മളന്ന് എയർപോർട്ടിന്റെ തൊട്ട് സൈഡിലാണ്. കാരണം നെക്സ്റ്റ് ബിൽഡിംഗ് നമ്മുടെ എയർപോർട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഒരു സ്റ്റുഡന്റ് അവിടെ സ്റ്റാഫായിട്ട്, ഐ മീൻ പിന്നെ അവിടെ ഒരു പൊസിഷനിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫെർദർ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് നമ്മളൊരു വിങ് തന്നെ എന്തുണ്ട് ഇവിടെ, പിന്നെ സ്റ്റുഡൻസിനും മറ്റുമൊക്കെ ആയിട്ട് പരസ്പരം അസോസിയേറ്റഡ് ആയിട്ട് നമുക്കിവിടെ ഓൾറെഡി ഫോംഡ് ആണ്. നമ്മളത് കഴിഞ്ഞ പ്രളയ സമയത്ത് മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ ഓൾറെഡി പിന്നെ ചെയ്തു വെച്ചതാണ്. ഓക്കെ, അപ്പം ട്രേഡിങ്ങിൽ നമുക്കറിയാലോ, അതായത് ഈ ഒരു അവസരം മേ ബി ചിലപ്പം നമ്മൾ ഇതൊരു അവസരമായിട്ടൊന്നും കാണാൻ പാടില്ല. പിന്നെ ട്രേഡിങ്ങിൽ നമ്മൾ പിന്നെ ഏറ്റവും ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. അതായത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എങ്ങനെ മാർക്കറ്റിന് ഇമ്പാക്റ്റ് ആവും എന്നുള്ളത് നമ്മൾ നിരന്തരം ഇപ്പം റൈറ്റ് നൗ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുക. അതായത് ഒരു ഒരു ഓരോ സെക്കൻഡിലും 10-20 പോയിന്റ് ഒക്കെയാണ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ അപ്പ് ആൻഡ് ഡൗൺസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളും മാർക്കറ്റിൽ ഉണ്ടാകും എന്നുള്ള ഒരു ബോധ്യപ്പെടലാണ് നമുക്ക് ഇത്തരം സാഹചര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക്, കാരണം ഈ സമയങ്ങളൊക്കെ കടന്നു പോകും. അതായത് ഈ സമയങ്ങളും കടന്നു പോകും. പിന്നെ ഇതിന്റെ അപ്പുറത്തോട്ടൊക്കെ നല്ല കാലങ്ങളും മറ്റുമൊക്കെ, അതായത് ഇപ്പം മോശം കാലം എന്നല്ല, അതായത് നല്ല പിന്നെ സൂപ്പർ ബയോ ഡേയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ പോകുന്നുണ്ട്. എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് എന്തായാലും നമുക്ക് പിന്നെ ഈ ഒരു ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഒരു തവണ മരണപ്പെടേണ്ടവരാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാലഘട്ടമാണ് നമുക്ക് ഇവിടെ ഭൂമിയിൽ ഒരു ആയുസ് എന്ന് പറയാനുള്ളത്. അത് പിന്നെ നമ്മൾ ദിവസത്തിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ നമുക്കുള്ളൂ. കാരണം ഏകദേശം ലൈഫിന്റെ പകുതിയോളം നമ്മൾ ചിലപ്പോൾ സഞ്ചരിച്ചു പോയിട്ടുണ്ടാവില്ല, പകുതിക്ക് അപ്പുറമൊക്കെ നമ്മൾ സഞ്ചരിച്ചു പോയിട്ട് ഇനിയുള്ള കാലഘട്ടം നമുക്ക് എന്തുണ്ടായിരിക്കണം, ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് ഹാപ്പിനെസ്സിൽ വേണം. അപ്പോൾ ആസ് എ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ആസ് എ സൈക്കോളജിസ്റ്റ്, ആസ് എ പിന്നെ മെന്റർ, നിങ്ങളെ മെന്റർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ പിന്നെ എന്തായാലും നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കാണുന്നുണ്ട്, പിന്നെ യുദ്ധം എന്തായാലും പിന്നെ നാശങ്ങളെ കാലാകാലങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓക്കെ, ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടിയും പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നിൽക്കുന്ന രാജ്യത്തിന് വേണ്ടിയും ലോക സമാധാനത്തിന് വേണ്ടി നമ്മളെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിപ്പോ നിങ്ങൾ ഏത് വിശ്വാസത്തിലുള്ളവരായിക്കോട്ടെ, ആ പ്രാർത്ഥന നമ്മുടെ പിന്നെ ഇപ്പം മുസ്ലിംസിനെ സംബന്ധിച്ചുള്ള റമദാനിന്റെ കാലഘട്ടങ്ങളൊക്കെയാണ് ഇത്. ചില കാര്യങ്ങൾ നമ്മൾ അണ്ടർ കൺട്രോളിലല്ല. കാരണം യുദ്ധം നമുക്ക് ഒരിക്കലും പിന്നെ മാറ്റി നിർത്തപ്പെടാനോ അല്ലെങ്കിൽ നമ്മളെ കൺട്രോളിലുള്ള വിഷയങ്ങളെ അല്ല. ചില വിഷയങ്ങൾ അങ്ങനെയാണ്, എന്താവില്ല, നമുക്ക് ചിലപ്പം അത് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ആ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചിലപ്പം പിന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മളെപ്പോഴും പിന്നെ ഒരു സൈക്കോളജിയിലൊക്കെ പറയുന്നുണ്ട്, ഒരു സിനർജി എന്ന് പറഞ്ഞൊരു സംഗതി. നമ്മളൊക്കെ എല്ലാവരും പോസിറ്റീവായി ഈ ലോകം പിന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഞാനെന്ന ഒരാൾ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയാണ്, നമ്മളെ ഫാമിലിയാണ്, നമ്മളൊക്കെ കൂടിയതാണ് ഈ രാജ്യം അല്ലെങ്കിൽ ഈ ഒരു സമൂഹം എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണെങ്കിൽ ആസ് എ ഇൻഡിവിജ്വൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പിന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മുടെ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ ഒരു പീസ് സമ്മിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ സമ്പത്തോ നമ്മുടെ കാര്യങ്ങളോ നമ്മളെ എത്ര വലിപ്പമോ നമ്മളെ സൗന്ദര്യമോ ഒന്നും ഇവിടെ എന്താവില്ല, നമുക്ക് വർക്കൗട്ട്. പക്ഷെ ഇവിടെ ഈ സിറ്റുവേഷൻ മാറണ്ടെങ്കിൽ നമ്മുടെ ക്രിയേറ്റർ തന്നെ പിന്നെ നിയന്ത്രിക്കണം. ഞാൻ കുറച്ച് ഇമോഷണലായി പറയാനുള്ള കാരണം, ബിക്കോസ് ഈ ഒരു സിറ്റുവേഷൻ ഇസ് നോട്ട് ഇൻ അവർ കൺട്രോൾ. ഓക്കെ, എല്ലാവരും സേഫ് ആണെന്ന് പിന്നെ ഞാൻ വിശ്വസിക്കുന്നു. സേഫ് അല്ലേ ശരിക്കും? അതെ അബുദാബിയിലുള്ളവർ അതെ സേഫ് അല്ലേ?
യെസ്. Yes, yes. ഓക്കെ. പിന്നെ ദുബൈയിലുള്ളവരും ഖത്തറിലുള്ളവരുണ്ട്, കുവൈത്തിലുള്ളവരുണ്ട്, പിന്നെ വിവിധ ഉള്ളവരുണ്ട്, വിവിധ രാജ്യങ്ങളിൽ ഉള്ളവരുണ്ട്. അപ്പോൾ ഇപ്പം ആസ് എ പിന്നെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ എനിക്കൊക്കെ ഫസ്റ്റ് ടൈമാണ്, അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പിന്നെ ഫേസ് ചെയ്യപ്പെടുക എന്നുള്ളത്. കാരണം പിന്നെ നമ്മൾ സ്റ്റക്കായിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ യാത്രകൾക്ക് പിന്നെ ഇത് വരിക, പിന്നെ നമുക്ക് പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഒരു നിബന്ധനകൾ വരും. നമ്മൾ കോവിഡൊക്കെ തരണം ചെയ്യണം, കോവിഡൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇത് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാന്നുള്ളൊരു ഒരു ഒരു പിന്നെ അവസ്ഥയാണല്ലോ. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു 1 മിനിറ്റ് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് പിന്നെ കാരണം നമ്മൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫ്ലോന്റെ ഒപ്പരം ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുകയായിരിക്കും. സോ നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് നമ്മുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ പിന്നെ ഈ ലോക സമാധാനത്തിന് വേണ്ടി, പീസിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവുന്നുള്ളത്. നമ്മളൊരു 1 മിനിറ്റ് സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെക്കണം. കണ്ണടച്ചിട്ട് നമ്മൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതാണോ ദൈവം, ആ ദൈവത്തോട് ഇപ്പോൾ ഉള്ള സാഹചര്യം നമുക്ക് മാറിക്കിടും. കാരണം നമുക്ക് ജീവിതം പഠിപ്പിച്ചതും നമുക്ക് എല്ലാം തന്നത്. കാരണം പിന്നെ ഇപ്പൊ ഇവൻ കേരളത്തില് പിന്നെ എന്തൊക്കെ സംഭവിച്ചത്, നമ്മൾ പലരും ജി സി സിയിലുള്ളവരാണ്. കാരണം ജി സി സിയുടെ തകർച്ച അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു പിന്നെ ഒരു ചെറിയൊരു ക്ഷതം ഉണ്ടായി കഴിഞ്ഞാല് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മൊത്തം മാറിയേക്കാം. ചിലപ്പം പിന്നെ നമ്മുടെ ജോബിനത് ബാധിച്ചേക്കാം. സോ ഞാൻ ആത്മാർത്ഥമായിട്ട്, ഇപ്പൊ നമ്മൾ ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടി വന്നവരാണെങ്കിലും കാരണം നമ്മൾ ഇപ്പോഴും 100% സേഫ് ആണെന്ന് നമ്മൾ പറയാറൊന്നും ആയിട്ടൊന്നുമില്ല. കാരണം എപ്പോ വേണമെങ്കിലും, കാരണം പിന്നെ യുദ്ധത്തിന്റെ ഭീതികൾ നമുക്ക് അറിയുന്ന തന്നെ. കാരണം ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളാണ് ജി സി സി കൺട്രീസിലുള്ളവരൊക്കെ. അവർക്ക് എന്തും എപ്പോ വേണമെങ്കിലും, കാരണം ഈ ഒരു പാനിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്തും എപ്പോഴും സംഭവിക്കാന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട്, കാരണം നമുക്ക് വേണ്ടി മാത്രമല്ല, പിന്നെ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയും, നമ്മളെ ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പരിചയക്കാരും നമ്മളെ റിലേറ്റീവ്സ് ഒക്കെ ഈ രാജ്യത്തും മറ്റുമൊക്കെ ആയിട്ട് നിലനിൽക്കുന്നത്. നമ്മളൊരു 1 മിനിറ്റ് പിന്നെ 9:10 മുതൽ 9:11 വരെ നമ്മൾ പ്രാർത്ഥനക്ക്, അത് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. ഇതിന്റെ പിന്നിലൊരു പിന്നെ സൈക്കോളജിക്കൽ വശം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വശം എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പം ആത്മാർത്ഥ നമ്മൾ ചിലപ്പം പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടൊക്കെയാണ്. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിലപ്പം പിന്നെ പിന്നെ ചിലപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ച് പുണ്യമാസപ്പെട്ട മാസമാണ്. നമ്മളൊരു പ്രാർത്ഥനയായിരിക്കും മേ ബി ചിലപ്പം പിന്നെ ഇതിനൊരു മാറ്റം വരികയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തോട് ചെയ്യാൻ വരുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും. ചിലപ്പം നമ്മളെ നിഷ്കളങ്കമായ പിന്നെ നമ്മുടെ പ്രാർത്ഥന ചിലപ്പം ദൈവം സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ഇതിനൊരു ശമനം കിട്ടുകയാണെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു 1 മിനിറ്റ് മൗനത്തിൽ പ്രാർത്ഥനയ്ക്ക് പോവാണ്. നിങ്ങൾ നിങ്ങളുടേതായ ദൈവത്തോട് പിന്നെ എന്ത് ചെയ്യാം, പിന്നെ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് കണ്ണടച്ചിട്ട്. കാരണം പിന്നെ ഇപ്പം നമ്മൾ റമദാനിൽ നിൽക്കുമ്പോൾ ആസ് എ മുസ്ലിംസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ദൈവത്തോട് അടുക്കുന്ന സമയമാണ്. അപ്പം ഏത് ഇസത്തിലുള്ളവരാണെങ്കിലും ഏത് മതത്തിലുള്ളവരാണെങ്കിലും നിങ്ങൾ പിന്നെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമുക്ക് എല്ലാം പിന്നെ വിശ്വാസത്തിൽ നമുക്ക് പിന്നെ വിശ്വാസികൾക്ക് എന്തും നേരിടാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ തന്നെ പിന്നെ നമുക്ക് ഈ ഒരു രാജ്യത്തോട് അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഉള്ള സിനാരിയോ മാറ്റാൻ നമ്മളെ കയ്യിലുള്ള ആകെയുള്ള ആയുധം നമ്മളെ സമ്പത്തും നമ്മളൊന്നും ചിലപ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്, പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഈ വിശ്വാസവും ദൃഢതയും ആത്മാർത്ഥതയോടുള്ള പ്രാർത്ഥന. കാരണം ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒരു പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു സംഗതിയാണ്. കാരണം കോടിക്കണക്കിന് സ്പേംസിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല നമ്മുടെ വാക്കുകൾക്ക് പിന്നെ ഇവിടെ പല ഇമ്പാക്റ്റുകളും ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് പ്രാർത്ഥനയിലൂടെയൊക്കെ നീങ്ങാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. 1 മിനിറ്റ് പിന്നെ നമ്മളൊരു സൈലന്റ് പ്രയർ നിങ്ങൾ മനസ്സിൽ എന്താക്കിയാൽ മതി. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ പിന്നെ ഈ രാജ്യത്തെ പിന്നെ സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഉള്ള സിനാരി നമുക്ക് എന്താക്കണം, ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മളെ ഒരു എനർജി പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അതിന്റെ ഒരു പിന്നെ പവർ വേറെ തന്നെയാണ്. ഓക്കെ. വി ആർ സ്റ്റാർട്ടിങ്.
യെസ്, താങ്ക് യു. ഈ ഒരു സിറ്റുവേഷൻ നമ്മളിൽ നിന്ന് പെട്ടെന്ന് മാറട്ടെ എന്ന് നമുക്ക് ഗ്രൂപ്പായിട്ട് തന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. ഇനി നമുക്ക് പിന്നെ ഈ ലോകത്തോട് അല്ലെങ്കിൽ ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനുഷ്യന് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിതം ഉണ്ടെങ്കിലല്ലേ നമുക്ക് എല്ലാം പിന്നെ സാധ്യമാകുള്ളൂ. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. പക്ഷെ പിന്നെ നമ്മളെ പിന്നെ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ ഒന്നും പേടിക്കേണ്ട ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഗവൺമെന്റ് തരുന്ന പ്രോട്ടോക്കോളുകൾ പരമാവധി നമ്മൾ പാലിച്ച് തന്നെ മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ സുഭാഷ് ഭായ് ഓഡിബിൾ ആകാൻ പറ്റുന്ന അവസ്ഥയാണോ? സുഭാഷ് ഭായ് എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. എന്തെങ്കിലും കറണ്ട് സിനാരിയോ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ ആസ് പെർ സിറ്റുവേഷനിൽ? എല്ലാരും ഇപ്പം ഞാനും 2 ദിവസമായിട്ട് ഓഫീസിൽ പോയിട്ടില്ല. അപ്പം ഓക്കെ സാധാരണ എല്ലാവർക്കും അറിയുന്നുള്ള തന്നെ എനിക്കറിയാന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സുഭാഷ് ഭായിയുടെ ഓഫീസിലാണ് ചെറിയൊരു ഇതുണ്ടായതല്ലേ? അതെ തന്നെ, അതെ. ഓക്കെ. പിന്നെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു പിന്നെ കമ്മ്യൂണിറ്റി ഫോം ചെയ്യാണ്. അതായത് നിങ്ങൾക്ക് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും പിന്നെ എന്താക്കാം ഗ്രൂപ്പിലെ മറ്റുമൊക്കെ ആയിട്ട് കാരണം ഓൾമോസ്റ്റ് എല്ലാവരും GCC-യിലുള്ളവരാണ്. ഇപ്പം ചിലപ്പം പിന്നെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു ഫെർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ട്രേഡിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്തുണ്ടായിരിക്കണം, നമ്മളും അതും കൂടി അപ്ഡേറ്റഡ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്ത് ഹെൽപ്പ് ചിലപ്പം പിന്നെ താമസത്തിന്റെ മറ്റു കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യമോ ഒന്ന് നോമ്പ് സമയങ്ങളാണ് ചിലപ്പം പിന്നെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും പിന്നെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആകപ്പെടണം. നമുക്ക് ഗ്രൂപ്പ് ത്രൂ തന്നെ, കാരണം നമ്മൾ കോവിഡ് സമയത്തും അല്ലെങ്കിൽ ഇവിടെ പ്രളയം നടന്ന സമയത്തും നമ്മുടെ അക്കാദമി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാനും മറ്റുമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളിവിടെ റൈറ്റ് നോ ഫോം ചെയ്യപ്പെടാണ്. നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ ഉള്ളത് ആ ഗ്രൂപ്പിൽ നിങ്ങൾ പിന്നെ കറണ്ട് സിനാരിയോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പരസ്പരം അറിയിക്കാം. പിന്നെ എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുക. പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എനിവൺ? ആർക്കെങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിന്റെ ഓക്കെ. ചെറിയൊരു സിസ്റ്റം ഉണ്ട്. ഇവിടുന്ന് ഒമാനിൽ പോയിട്ട് ഒമാനിൽ പോകാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അതെ അതെ, അത് ഞാൻ തോന്നുന്നു ഇപ്പൊ റൈറ്റ് നോ അത്യാവശ്യം ഉള്ള ഒരു സിറ്റുവേഷൻ ഉള്ളത് തോന്നുന്നു അല്ലെ ഇസ്മായിൽ ഭായി? അതെ അതെ. നോക്കാം. എന്തായാലും ഇന്ന് പിന്നെ എനിക്ക് തോന്നുന്നു അബുദാബിന്ന് ഒരു ഫ്ലൈറ്റ് ഒക്കെ ഓപ്പൺ ആയെന്നുള്ള ഒരു ന്യൂസ് ഇങ്ങനെ കേട്ടിരുന്നു. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടാം. പിന്നെ അതുപോലെ തന്നെ ഫ്ലൈറ്റിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഹൈയിലോട്ടൊക്കെ കൂടാനൊക്കെ ഉള്ള ചാൻസ്. ഞാനും ഇവിടെ സ്റ്റക്ക് ആയിരിക്കും, കാരണം എന്റെ വൈഫും ഇവിടെ ഉണ്ട്. പിന്നെ 7 മന്ത് പ്രഗ്നന്റ് ആണ്. പിന്നെ ആളാണെങ്കിൽ ഇവിടെ വിസ്റ്റിലാണ്. നാട്ടിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു കൺസേണിൽ തന്നെയാണ് ഉള്ളത്. സോ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഗ്രൂപ്പായിട്ട് പിന്നെ നമ്മുടെ പ്രാർത്ഥനകളിലും മറ്റുമൊക്കെ പിന്നെ ഇടം ഉണ്ടാവുക എന്നുള്ളതാണ്. പരസ്പരം പിന്നെ പ്രാർത്ഥന. നാട്ടിൽ നിന്ന് അബുദാബിയിലേക്ക് വരാൻ ഓപ്ഷൻ റൈറ്റ് നോ ഇല്ല എന്നുള്ളതാണ്. കാരണം കൊച്ചിയിലേക്കും അവിടത്തേക്കാന്ന് തോന്നുന്നു ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് അല്ല സുഭാഷ് ഭായി? പിന്നെ ഫർദർ എയർപോർട്ട് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ആഡ് ഫുജിയറേന്നും ചെയ്യാനുണ്ടോ? റാസൽ കൈമേന്നും ഫ്ലൈറ്റ് ഉണ്ട്. റസൽ കൈമേന്നുണ്ട് അല്ലേ? ഫുജിയറേന്നും ഉണ്ട്. ഉം, ഉം. അതെ 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 അതെ. സെലക്ടഡ് എല്ലാ ഉം. ഫ്ലൈറ്റും ഇല്ല, സെലക്ടഡേ ഉള്ളൂ. അതെ അതെ അതെ. പിന്നെ നമ്മൾ എന്തായാലും ഈ സമയം നമുക്ക് എന്തായാലും കടന്നു പോകും. നമ്മൾ പാനിക്കാവാതിരിക്കാം. പിന്നെ പലപ്പോഴും കോവിഡ് ഒക്കെ വന്ന സമയങ്ങളിൽ പിന്നെ ഞാനൊക്കെ പിന്നെ നമ്മളൊക്കെ പിന്നെ പിന്നെ ആ സമയങ്ങളൊക്കെ നമ്മൾ സൈക്കോളജി ഇങ്ങനെ പിന്നെ പലരും മീറ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് പലരും ടെൻഷൻ അടിച്ചിട്ടാണ് എന്തായത് പിന്നെ പലരും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുത്തി വെച്ചത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്തായാലും നമ്മളിത് തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോയി മനസ്സിലെപ്പോഴും പിന്നെ ഒരു സമാധാനത്തിന്റെ വിത്ത് അല്ല മൈൻഡ്ഫുൾനെസിന്റെ വിത്ത് നമ്മൾ പിന്നെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകളിലും മറ്റുമൊക്കെ ആയിട്ട് ഇതിപ്പോ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇപ്പം റൂമിയുടെ ഒരു കോട്ടുണ്ട്, നമ്മൾ അനുഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ അടുത്താണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് അനുഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിംഗ് മൈൻഡിൽ നിൽക്കുക. പിന്നെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവരുത്, സമാധാനം കെടുത്തരുത്. ചിലപ്പം പിന്നെ ഏത് സമയത്തും പിന്നെ പിന്നെ ഈ സിറ്റുവേഷൻ ഒക്കെ മാറും എന്തായാലും. പിന്നെ നമ്മളെപ്പോഴും പിന്നെ ഇതുണ്ടല്ലോ ഇപ്പൊ ഖുറാനിലും ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മളെപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക എന്നുള്ളത്. ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമുക്ക് സംഭവിക്കുക. നമ്മളിപ്പോ നമുക്ക് പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ഭീതിയിലേക്കാണ് പോകുന്നത്, എനിക്കിനി പിന്നെ ദുഃഖങ്ങളാണ് വരാൻ പോകുന്നത് ചിന്തിക്കുമ്പോൾ അതായിരിക്കും നമുക്ക് അട്രാക്ട് ചെയ്യാം. അതാണ് ലോ ഓഫ് അട്രാക്ഷനും. അത് ബൈബിളിലും പറയുന്നുണ്ട്, ഖുറാനിലൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും പിന്നെ സമാധാനത്തിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ
ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാപ്പിനെസ് ആയിട്ട് പിന്നെ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ, കാരണം നമ്മൾ ഫാമിലി ഉള്ളവരുണ്ടാവും, പിന്നെ നാട്ടിൽ നിങ്ങളെ പ്രായ ഫാദേഴ്സും മദേഴ്സും ഒക്കെ അവർക്കൊക്കെ എപ്പോഴും പിന്നെ പോസിറ്റീവ് വശങ്ങൾ പിന്നെ ചെയ്യുക. അതുപോലെ തന്നെ ആസ് എ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ടൂള് തരാണ്. ഇപ്പം നമ്മൾ പിന്നെ നിങ്ങൾ ഫാമിലിയിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നതിന് മുന്നേ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ ഫാദേഴ്സിനും മദേഴ്സിനും ഒക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ടാവും. ഒരു പിന്നെ 5-10 മിനിറ്റ് 10-15 മിനിറ്റ് എന്താക്കാം നമ്മളൊന്ന് അങ്ങോട്ട് വിളിച്ചിട്ട് ഇന്ന് തന്നെ എന്താക്കാം ഒന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പിന്നെ നല്ലൊരു പിന്നെ ആശ്വാസം റിലാക്സേഷനൊക്കെ കിട്ടും. നമുക്ക് പരസ്പരം ഇപ്പൊ നിങ്ങൾ പിന്നെ ചിലപ്പം ഭീതി അനുഭവിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ സ്റ്റക്നെസ് ആയിട്ട് ചിലപ്പം ജോബിന്റെ ഒക്കെ സ്റ്റക്നെസ്സിൽ നിൽക്കുന്നവരുണ്ടാവും. ഫാമിലിയെ വിളിക്കാം, അതുപോലെ തന്നെ നമ്മളെ മദർ ജീവിച്ചിരിക്കുന്നതിന്റെ മദറിനെ വിളിക്കാം, ഫാദറിനെ വിളിക്കാം, ഫാമിലി ആയിട്ട് കണക്റ്റഡ് ആവാം. ഒരു കാഷ്വൽ, അതായത് നമ്മൾ സ്ഥിരം ചോദിക്കുന്നതിനപ്പുറത്തിലാണ് നാട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമ്മൾ എന്താവാം നമ്മള് പിന്നെ അതിലൊന്ന് പിന്നെ ടൈം കണ്ടെത്താനുള്ളതാണ് ഈ ഒരു സിറ്റുവേഷനിൽ പറയാനുള്ളത്. ആരും തന്നെ ടെൻഷൻ അടിക്കരുത്. ഈ സമയം എന്തായാലും നമുക്ക് കടന്നു പോകും. നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മളെ സെഷൻസ് ഒക്കെ നമ്മളിങ്ങനെ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിലുള്ളവർ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പിന്നെ കൊണ്ട് നടക്കാം. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റിൽ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചാലും നമ്മൾ എന്തായാലും പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമ്മളെ റൂൾസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ പിന്നെ നമ്മൾ മാർക്കറ്റിൽ എന്ത് വ്യതിയാനങ്ങളും ചിലപ്പോൾ സംഭവിച്ചാൽ ഗോൾഡൊക്കെ ചിലപ്പം ഹൈ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടേക്കാം. പിന്നെ ആ സമയങ്ങളിലൊക്കെ നമ്മൾ എന്താക്കാം, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, നമ്മളെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ആ റൂള് നമ്മൾ കീപ്പ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാന്നുള്ളതാണ്. സോ നമ്മൾ ഇവിടെ തന്നെ ഒരു ഓപ്പൺ പിന്നെ ഫോം ചെയ്യണം. പിന്നെ ഇതില്ലെങ്കിലും നമ്മൾ എന്താകാം നമ്മളെ ഗ്രൂപ്പിൽ പരസ്പരം നിങ്ങളെ പിന്നെ അവിടുത്തെ വിഷയങ്ങൾ ജെന്യൂനായ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ എന്താക്കാം നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് സഹകരിക്കാനും മറ്റുമൊക്കെ പറ്റും. സോ പിന്നെ നമുക്കിപ്പം വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ കോമൺ സിറ്റിംഗ് ആയിരുന്നു. സോ എല്ലാവർക്കും പിന്നെ ഈ ഒരു സിറ്റുവേഷൻ മാറി പഴയ പോലെ ഏറ്റവും ഹാപ്പിനെസ് ആയി ബ്യൂട്ടിഫുൾ ആയിട്ട് പോകാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇന്നൊക്കെ പിന്നെ മാർക്കറ്റിലുള്ളവർ അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല വോള്യത്തിൽ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫാമിദ ഉണ്ടോ ഇവിടെ? ഡോക്ടർ ഫാമിദ ഇല്ലാന്ന് തോന്നുന്നല്ലേ. ഓക്കെ, ഫാമിദൊക്കെ ഇന്ന് പ്രോഫിറ്റ് എടുത്ത് വിഡ്രോവലിന് പോയി. ഫാമിദ യെസ്, ഓടി വിളാൻ പറ്റുമോ? യെസ്, ഇല്ല, ആള് ഡ്യൂട്ടിയിലായിരിക്കും. ആള് ഇന്ന് വിഡ്രോ കൊടുത്തത്. അങ്ങനെ ഒരുപാട് പേര് ലൈവിലുള്ളവരൊക്കെ ഇന്ന് അത്യാവശ്യം പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നമ്മൾ പരസ്പരം കണക്റ്റഡ് ആവാം, ഹാപ്പിനെസ് ആവാം. ഫാമിലിക്ക് ഒരു 15 മിനിറ്റ് നമ്മൾ ഇന്ന് സ്പെൻഡ് ചെയ്യാം. എന്റെ നാളെ എനിക്ക് മുതൽ ഒരു ചോദിച്ചോ. ഞാനൊരു വിഡ്രോ കൊടുത്തിരുന്നു, അപ്പൊ അത് വന്നിട്ടില്ല. അപ്പൊ 3-4 ദിവസമായി. അത് നിങ്ങള് മെന്റേഴ്സിനെ കണക്ട് ചെയ്യാൻ, പിന്നെ ബ്രോക്കേഴ്സ് ടീമിനെ കണക്ട് ചെയ്യേണ്ടതാണ്, ഇവിടെ പറയേണ്ടതല്ല. ആ, ഓക്കെ ഓക്കെ. ഓക്കെ ആ, ഓക്കെ. അപ്പോ ഓക്കെ, താങ്ക് യു. നമുക്കിപ്പം വൈൻഡപ്പ് ചെയ്യാം.